റാഡിക്കൽ ഇസ്ലാമിനെ കൈകാര്യം ചെയ്യാൻ നമുക്ക് നമ്മുടേതായ മാർഗങ്ങളുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ അവരുടെ വാദം പറഞ്ഞതേ ഉള്ളൂ, ഞാനിതിൽ കൺവിൻസ്ഡ് അല്ല കേട്ടോ. ഞാൻ അവരോട് പറഞ്ഞു, ലുക്ക് അറ്റ് ഇറ്റലി, ഫ്രാൻസ്, ജർമ്മനി, ഇംഗ്ലണ്ട്. നമ്മളെപ്പോലെയോ അതിൽ കൂടുതലോ സാമർഥ്യമുള്ള ആൾക്കാരാണ്. ഒന്നാം തരം പാരവെപ്പുകാരാണ്. രണ്ടുപേരെ തമ്മിലടിപ്പിക്കാനുള്ള മാർഗ്ഗം അറിയാവുന്നവരാണ്. അവരിവിടെ നിന്ന് പോയിട്ടും അവർ ഇട്ടിട്ട് പോയ വിത്തെല്ലാം മുളച്ച് വിഷവൃക്ഷങ്ങളായിട്ട് ഇവിടെ വളർന്നു നിൽക്കുന്നു. ഇംഗ്ലണ്ട് ഇവിടെ നിന്ന് പോയിട്ടും അത്രയ്ക്ക് വിഷമുള്ള സർപ്പങ്ങളാണ് യൂറോപ്യൻസ്. അവർ തോറ്റുപോകുന്നു റാഡിക്കൽ ഇസ്ലാമിൻ്റെ മുമ്പിൽ. സോ ബി കെയർഫുൾ. അവർ പറഞ്ഞു ശരി, ഒക്കെ ചില കാര്യങ്ങൾ ടൈം വിൽ പ്രൂവ്. നമുക്കിപ്പോൾ ബോത്ത് സൈഡ് നമുക്ക് വെയിറ്റുള്ള ആർഗ്യുമെൻറ്റ്സ് വയ്ക്കാം. ഏത് തട്ട് താഴെ പോകും എന്നുള്ളത് നീതിയാണ്, അല്ലെങ്കിൽ കാലമാണ് തീരുമാനിക്കേണ്ടത്. അങ്ങനെ നിൽക്കുന്നു. ഏതായാലും റീസണബിളി ഒരു കാര്യം എനിക്ക് ഷുവറാണ്, മിക്കവാറും 2027 മുമ്പ് POK നമ്മൾ പിടിച്ചെടുക്കും, അല്ലെങ്കിൽ POK തന്നെത്താനെ ലയിക്കാൻ തീരുമാനമെടുക്കും. അപ്പോൾ ഇങ്ങനെ ഈ പ്രശ്നം വരുമ്പോഴാണല്ലോ നമ്മൾ പ്രശ്നക്കാർ ജ്യോതിഷി അടുത്ത് പോകുന്നത്. പ്രശ്നം വരുമ്പോൾ എനിക്കിതിലുള്ള ആങ്സൈറ്റി കൊണ്ട് ഞാൻ യൂട്യൂബിൽ ഇതുപോലെ അസ്ട്രോളജേഴ്സ് ഉണ്ട്, വളരെ രസമാണ്. അവർ ഹിന്ദിക്കാരാണ് കേട്ടോ കൂടുതൽ. അപ്പോൾ അതിൽ എനിക്ക് കുറച്ചൊക്കെ ശരിയാണെന്ന് തോന്നുന്നൊരു സ്ത്രീയുണ്ട്. അവരുടെ യൂട്യൂബ് വീഡിയോ ഞാൻ കണ്ടു. അവരോട് ഈ ചോദ്യം വരുന്നത്, അവർ ആസാമിൽ എന്ത് സംഭവിക്കും, ബംഗാളിൽ എന്ത് സംഭവിക്കും. ബംഗാളിൽ ആ സ്ത്രീ പറയുന്നുണ്ടല്ലോ, 2029 വരെ ബംഗാളിൽ അക്രമം നിലനിൽക്കുമെന്നാണ്. 29 കഴിഞ്ഞിട്ടേ ബംഗാളിൽ ശാന്തി കാണുന്നുള്ളൂ. 29 വരെ ഇറ്റ് വിൽ ബി ഹൈലി ഡിസ്റ്റർബിങ്. അടിപിടി, ബഹളം, വെടിവെപ്പ്, ആഭ്യന്തര കലഹം, ആദ്യം ഇതൊക്കെ ആയിട്ട്. അയ്യോ, അപ്പോൾ അതുവരെ മമതാ ദീദി തുടരുന്നു. മമത തുടരുമോയെന്ന് എനിക്കറിയില്ല, പക്ഷേ ഗ്രഹനില വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ സ്ഥലത്ത് കുഴപ്പങ്ങൾ തുടരും. അത് മമത കാരണമാകാം, വേറെ ആരെങ്കിലും കാരണമാകാം, ഏതായാലും മനസ്സമാധാനം അവിടെ ഉണ്ടാവില്ല. ഇത് പറഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ശരിയാണ്, അവിടെ ഇപ്പോഴും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ബംഗാൾ. അപ്പോൾ ഈ POKയുടെ കാര്യം അവരോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു POK അത് ഒരു 1.5 വർഷം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 27. അവർ പറഞ്ഞു ഒരു 1.5 വർഷം. അത് ഓത്തോ ലേക്കേ റഹെങ്കെ. അവർ പറഞ്ഞു അത് നമുക്ക് മനസ്സില്ലെങ്കിൽ പോലും നമുക്കത് എടുക്കേണ്ടി വരും. ചില ഭാരങ്ങൾ അങ്ങനെയാണ്, നമുക്കത് എടുക്കാൻ മനസ്സില്ല, പക്ഷേ അത് എടുക്കാതെ നമുക്ക് അവിടെ നിന്ന് കാലത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾ പോകുമ്പോൾ ഇത് കൂടെ വരും. അപ്പോൾ അങ്ങനെ എടുക്കാതിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ POKയിൽ വരുമെന്നാണ് ഈ അസ്ട്രോളജർ സ്ത്രീ പ്രവചിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട്, ഏകദേശം സർക്കാരിൻ്റെ തീരുമാനവും ഈ പ്രശ്നം വെച്ച് നോക്കിയ ഡിസിഷനും ഏകദേശം മാച്ച് ചെയ്ത് വരുന്നു. സോ ഇറ്റ് ഈസ് ക്വൈറ്റ് പോസിബിൾ.